ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ദേവസ്വത്തിലേക്ക് വരുന്ന 439 ഒഴിവുകളെക്കുറിച്ചാണ്. കുറേ നാളുകളായിട്ട് പറയുന്നതാണ് ദേവസ്വത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ അടുത്തായിട്ടൊന്നും വിളിക്കുന്നതും കാണുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ദേവജാലിക സോഫ്റ്റ്വെയർ കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇത് പൂർത്തിയാക്കിയിട്ട് മാർച്ച് ആദ്യ വാരം തന്നെ 439 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദേവജാലിക എന്ന പേരിലുള്ള നിലവിലെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വ്യാപകമായിട്ടുള്ള പരാതികളുണ്ടായിരുന്നു. ഉദ്യോഗാർത്ഥികൾക്കെന്ന പോലെ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ജീവനക്കാർക്കും സെർവർ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ മുതൽ നിയമന ശുപാർശ വരെയുള്ള നടപടികൾ പൂർത്തിയാക്കുവാൻ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉദ്യോഗസ്ഥർക്ക് സോഫ്റ്റ്വെയർ വികസിപ്പിച്ച CDACൻ്റെ കൂടെ സാങ്കേതിക സഹായം വേണ്ട സ്ഥിതിയായിരുന്നു. റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് സ്വതന്ത്രമായിട്ട് സെർവർ ഉപയോഗിക്കാൻ കഴിയുന്നുമില്ല. ഈ സാഹചര്യത്തിൽ ഈ പോരായ്മകളെല്ലാം പരിഹരിച്ച് പുതിയ സോഫ്റ്റ്വെയറാണ് ബോർഡിൽ സ്ഥാപിക്കുന്നത്. അതിൻ്റെ ചുമതല സംസ്ഥാന സർക്കാർ സ്ഥാപനമായിട്ടുള്ള CDIT-നാണ്. കേരള PSCയുടെ വെബ്സൈറ്റ് CDIT-ആണ് തയ്യാറാക്കിയത്. PSCയുടെ വെബ്സൈറ്റിന് സമാനമായിട്ടുള്ള ഒന്നായിരിക്കും ഇനി ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിനും ഉണ്ടാകുന്നത്. PSCയുടെ പ്രൊഫൈലിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന സേവനങ്ങളെല്ലാം ഉറപ്പാക്കാനാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ തീരുമാനം. ഇനി ദേവസ്വത്തിലേക്ക് വരുന്ന ഒഴിവുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ വിജ്ഞാപനം ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ്. പുതിയ സോഫ്റ്റ്വെയർ സ്ഥാപിച്ചാൽ ഉടൻ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിലുള്ള 38 തസ്തികകളുടെ വിജ്ഞാപനം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പ്രസിദ്ധീകരിക്കും. മൊത്തം 439 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗുരുവായൂർ ദേവസ്വത്തിന് പുറമെ മറ്റ് ചില ബോർഡുകളിലേക്കുള്ള ഒഴിവുകളും ബോർഡിൽ ഇപ്പോൾ വിജ്ഞാപനം തയ്യാറാക്കി കിടക്കുകയാണ്. അത് ഈയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയാലുടൻ തന്നെ അത് പ്രസിദ്ധീകരിക്കുന്നതാണെന്ന് കൂടെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ 800 മുതൽ 1000 പേർക്ക് വരെ ഒരേ സമയം പുതിയ സോഫ്റ്റ്വെയർ വഴി ഉപയോഗിക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. നിലവിലെ സോഫ്റ്റ്വെയറിൽ ഇത് 500 മാത്രമാണ്. കൂടുതൽ അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ പുതിയ സംവിധാനത്തിന് സാധിക്കുമെന്നുമാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഇനി വരുന്ന ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകൾ കൂടെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ പരീക്ഷകളിലേക്കും ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കടക്കുകയാണ്. പുതിയ സോഫ്റ്റ്വെയർ പരിഷ്കാരം അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. നിലവിൽ OMR പരീക്ഷകളാണ് ബോർഡ് നടത്തുന്നത്. ഇനി മുതൽ പരീക്ഷയും ഓൺലൈനിൽ നടത്തുന്നതോടെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിലെ കാലതാമസം കുറഞ്ഞു കിട്ടുമെന്നും കൂടെ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. നിയമന ശുപാർശ തയ്യാറാക്കുന്നത് ഒഴികെയുള്ള നിയമന നടപടികളെല്ലാം സോഫ്റ്റ്വെയറിൽ ചെയ്യുവാൻ കഴിയുന്ന തരത്തിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മാറുന്നത്. PSCയിൽ നിന്ന് വ്യത്യസ്തമായ ക്രമത്തിലാണ് ബോർഡിൻ്റെ നിയമന ശുപാർശ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഹിന്ദുക്കൾക്ക് നിയമനത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. സംവരണത്തിലും വ്യത്യാസമുണ്ട്. ഇനി പുതിയ സോഫ്റ്റ്വെയറിൻ്റെ സെക്യൂരിറ്റി ഓഡിറ്റിംഗ് കെൽട്രോൺ 3 തലത്തിൽ നടത്തുകയാണ്. ഒരാഴ്ച കൊണ്ട് അത് പൂർത്തിയാകുമെന്നാണ് പറയുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഫീസ് അടക്കാൻ സാധിക്കുന്ന 2 ബാങ്കുകളുടെ ഗേറ്റ് വേ കൂടെ ഇനി അതിൽ ഫിക്സ് ചെയ്യാനുണ്ട് എന്നൊക്കെയാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ 439 ഒഴിവുകളിലേക്കുള്ള വിജ്ഞാപനം ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ വിജ്ഞാപനം വന്നാൽ ഉടനെ തന്നെ നമ്മുടെ ചാനൽ വഴി നിങ്ങളെ ആ വിജ്ഞാപനം അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണുള്ളത്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ്.